കസ്റ്റമേഴ്സ് പോയാൽ അതൊരു എൻഡ് അല്ല, അതൊരു സെക്കൻഡ് ചാൻസ് ആണ്. കസ്റ്റമേഴ്സ് ചെയ്യണമെന്നാൽ അതൊരു ഫെയിലിയർ അല്ല, അതൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഈ പറയുന്ന 5 ടിപ്സുകൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. പോയിന്റ് നമ്പർ 1, എക്സിറ്റ് എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കണം. നിങ്ങളെ ഒരു കസ്റ്റമർ വിട്ടുപോകുന്ന സമയത്ത് ആ കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ആ കസ്റ്റമർക്ക് കൊടുക്കേണ്ട എല്ലാവിധ റെസ്പെക്റ്റുകളും നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഒരു കസ്റ്റമർ ദേഷ്യത്തോടു കൂടിയാണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ കസ്റ്റമറിൻ്റെ കൂടെ ഒരു 10 കസ്റ്റമറും കൂടെ നിങ്ങൾക്ക് നഷ്ടമാകും. പോയിന്റ് നമ്പർ 2, കസ്റ്റമേഴ്സ് നിങ്ങളെ വിട്ടു പോകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കോസ്റ്റ് കൂടുതലാണെന്നാണ് കസ്റ്റമേഴ്സ് പറയുന്നതെങ്കിൽ അതിനർത്ഥം വാല്യൂ ക്ലിയർ അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ എക്സിറ്റ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ എങ്ങനെ ബെറ്റർ ആകണം. പോയിന്റ് നമ്പർ 3, ചേൺ കസ്റ്റമർ ഈക്വൽ ടു ഫ്രീ കൺസൾട്ടൻറ്റ്. നിങ്ങളെ വിട്ടുപോകുന്ന ഓരോ കസ്റ്റമേഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ആ ഫീഡ്ബാക്സുകൾ കൃത്യമായി പഠിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ കസ്റ്റമേഴ്സിനെ സേവ് ചെയ്യാൻ സാധിക്കും. പോയിന്റ് നമ്പർ 4, കസ്റ്റമേഴ്സിനെ തിരിച്ചു പിടിക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് എക്സിറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അവരോട് തന്നെ ചോദിക്കുക, ഞങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾ വീണ്ടും വരും. മിസ്റ്റേക്സ് നമ്മളുടെ സൈഡിലാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതിലൂടെ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പോയിന്റ് നമ്പർ 5, കണക്ഷൻസ് ബ്രേക്ക് ചെയ്യരുത്. സർവീസ് സ്റ്റോപ്പായാലും ഒരിക്കലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യരുത്. എല്ലാ ഇവൻറ്റുകൾക്കും ഇൻവൈറ്റ് ചെയ്യണം, വാല്യുബിൾ കോണ്ടന്റുകൾ അയച്ചു കൊടുക്കണം, കമ്പനിയുടെ എല്ലാ അച്ചീവ്മെൻറ്റ്സും അവരുമായി ഷെയർ ചെയ്യണം. റിലേഷൻഷിപ്പ് മാനേജ് ചെയ്താൽ നിങ്ങളുടെ ചേൺ കസ്റ്റമർ പോലും നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറും. ഇതുപോലുള്ള സെയിൽസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.